കൂലിയെഴുത്തുപോലുള്ള പരിപാടിയാണ് ഇതെന്നും ചാനലുകളിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞ് പലരും അന്തിച്ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്നുമാണ് പ്രധാന ആക്ഷേപം. ശരിക്കും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് ഇത്തരക്കാർക്ക് പണം ലഭിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. അതിന് പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങൾ പറയാം. കഴിഞ്ഞ 16 വർഷമായുള്ള എൻ്റെ ചാനൽ രംഗത്തെ പരിമിതമായ അറിവ് ഉപയോഗിച്ചാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. മിക്കപ്പോഴും ഉച്ചയ്ക്ക് ശേഷമാണ് ചാനലുകൾ വൈകിട്ടത്തെ പ്രൈം ടൈമിലെ ഡിബേറ്റിനുള്ള വിഷയം ഏതാണ് എന്ന് ചൂസ് ചെയ്യുന്നത്. ഇതിന് പ്രധാന കാരണം വലിയ വാർത്തകൾ വന്നാൽ ചർച്ചയുടെ ടോപ്പിക്ക് മാറ്റാതിരിക്കാനാണ് അല്പം വൈകി ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ചർച്ചയ്ക്കുള്ള വിഷയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ചാനലുകളിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ കൂടിയിരുന്ന് ആരെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് തീരുമാനിക്കും. ചിലപ്പോൾ ചർച്ചയുടെ അവതാരകൻ തന്നെ ഗസ്റ്റുകളെ വിളിക്കാറുമുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ചർച്ചയാണ് എങ്കിൽ അതാത് പാർട്ടി ഓഫീസുകളിൽ വിളിച്ച്, അതായത് BJPയുടെയും CPMന്റെയും കോൺഗ്രസിന്റെയും പാർട്ടി ഓഫീസുകളിൽ വിളിച്ച് ചർച്ചയുടെ വിഷയം ഇതാണ് എന്നും മുതിർന്ന നേതാക്കളെയോ വക്താക്കളെയോ ചർച്ചയ്ക്ക് വിടണമെന്നും ആവശ്യപ്പെടും. പാർട്ടി നിർദ്ദേശിക്കുന്ന നേതാക്കളോ വക്താക്കളോ ആണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ചിലർ പാർട്ടി ഓഫീസുകളിൽ ഇരുന്ന് ലൈവ് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവർ ചാനൽ സ്റ്റുഡിയോകളിൽ നേരിട്ടെത്തി ചർച്ചയുടെ ഭാഗമാകും. ഒരു കാര്യം പ്രത്യേകം പറയാം, ചർച്ചയുടെ ആങ്കർ ആരാണോ അവരുടെ ഇഷ്ടാനുസരണമല്ല CPMൽ നിന്നോ BJPയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഉള്ള നേതാക്കൾ ചർച്ചയിലേക്ക് ഗസ്റ്റായി വരുന്നത്. ഞാനിപ്പോഴും ദൂരദർശനിലെ ചർച്ചയുടെ അവതാരകനാണ്. എനിക്ക് ഏത് പാർട്ടിയോടും അങ്ങോട്ട് ആവശ്യപ്പെടാൻ കഴിയില്ല ആ നേതാവിനെ ഒന്ന് ചർച്ചയ്ക്ക് വിടണേ എന്ന്. അത് പൂർണ്ണമായും ആ പാർട്ടിയുടെ തീരുമാനമായിരിക്കും. ഏഷ്യാനെറ്റ് പോലുള്ള മുൻനിര ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് മിക്കപ്പോഴും പാർട്ടികളുടെ A ഗ്രേഡ് പ്രതിനിധികളായിരിക്കും. മറ്റുള്ളവർ മറ്റു ചാനലുകളിലേക്കും പോകും. ഒരേ വിഷയം പല ചാനലുകൾ എടുക്കുമ്പോൾ, ഉദാഹരണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം എല്ലാ ചാനലിലും ഇന്ന് രാത്രി അന്തിച്ചർച്ചയുടെ വിഷയമാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ 3 പാർട്ടികളിൽ നിന്നും ഒരുപക്ഷെ നേതാക്കളെ കിട്ടിയെന്ന് വരില്ല. അതല്ലെങ്കിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയം വരുമ്പോൾ CPM അവരുടെ നേതാവിനെ ചർച്ചയ്ക്ക് വിട്ടുതരില്ല. കോൺഗ്രസും BJPയും ഇതുപോലെ തന്നെയാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് പാർട്ടി അനുഭാവികളായ സഹയാത്രികരെ ചാനലുകൾ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഈ സഹയാത്രികർ പാർട്ടി അംഗങ്ങളോട് സംസാരിച്ചിട്ടാണോ ചർച്ചയ്ക്ക് വരുന്നത് എന്ന് പറയാനാകില്ല. അനൗദ്യോഗികമായി ചർച്ച ചെയ്തേക്കാം. പാർട്ടി സഹയാത്രികർ പാർട്ടി അംഗങ്ങളാകാം, ചിലപ്പോൾ ആകാതിരിക്കാം. ചില പാർട്ടി സഹയാത്രികർ മാധ്യമ പ്രവർത്തകരുമായിരിക്കും. പലപ്പോഴും ഇവരോട് ചോദിച്ചിട്ട് തന്നെയാണ് അവരുടെ പേരിന് താഴെ സഹയാത്രികർ എന്നോ നിരീക്ഷകർ എന്നോ ഒക്കെ ഡെസിഗ്നേഷൻ വെക്കാറുള്ളത്. റെജി ലൂക്കോസിനെ പോലുള്ള ഇടത് സഹയാത്രികർ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട്. പക്ഷേ ഇത്തരം സഹയാത്രികരുടെ അഭിപ്രായങ്ങളെ ആ പാർട്ടികൾ തള്ളിപ്പറയാറുമുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ CPMോ കോൺഗ്രസോ BJPയോ അവരുടെ വക്താക്കളെയോ പ്രതിനിധികളെയോ ചാനൽ ചർച്ചകൾക്ക് വിടാത്ത സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള നിരീക്ഷകരെയും അല്ലെങ്കിൽ സഹയാത്രികരെയും ചാനലുകാർ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഇനി ഇവർക്കൊക്കെ ഈ ചർച്ചകളിൽ പങ്കെടുത്താൽ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഏത് ചാനലിൽ പോയാലും ഇവർക്ക് പ്രതിഫലം ലഭിക്കില്ല, ദൂരദർശൻ ഒഴികെ. ദൂരദർശനിൽ ഇപ്പോഴും ഗസ്റ്റുകൾക്ക് പണം കൊടുക്കാറുണ്ട്. പണ്ട് ചാനലുകളിൽ വൈകിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയ സമയത്ത് ചർച്ചയ്ക്ക് വരുന്നവർക്ക് അഥവാ ഗസ്റ്റുകൾക്ക് ചെറിയ പേയ്മെന്റ് നൽകിയിരുന്നു. എന്നാൽ ചാനലുകളുടെ എണ്ണം കൂടിയപ്പോൾ ഇത് നിർത്തി. ഇപ്പോൾ ദൂരദർശൻ അല്ലാതെ കേരളത്തിൽ മറ്റൊരു ചാനലും വൈകിട്ട് നടക്കുന്ന ചർച്ചകൾക്ക് വരുന്ന അതിഥികൾക്ക് പണം നൽകുന്നില്ല. ഞാനിപ്പോഴും ദൂരദർശനിലെ വാർത്താ അവതാരകനും ചർച്ചകൾ നയിക്കുന്ന അവതാരകനുമായതിനാലും ഇത് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചർച്ചയ്ക്ക് വരുന്ന എല്ലാ അതിഥികൾക്കും ഒരു മാസം എത്ര ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിനുള്ള പണം തൊട്ടടുത്ത മാസം കൃത്യമായി ദൂരദർശൻ അവർക്ക് നൽകാറുണ്ട്. തുക ഞാൻ ഇവിടെ പറയുന്നില്ല. മറ്റു ചാനലുകളിൽ ഗസ്റ്റുകൾ അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധികൾ, പാർട്ടി സഹയാത്രികർ, പാർട്ടി അനുഭാവികൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ആരുമാകട്ടെ, ഇവർക്കാർക്കും പണം നൽകില്ല. അതേസമയം ചാനലുകളുടെ പ്രത്യേക പരിപാടികളിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞുറപ്പിച്ച് വലിയ ഫ്ലോറുകളിൽ ഷൂട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ഷോ ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോഗ്രാമുകളുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം നൽകും. ദേശീയ ചാനലുകളിൽ, ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലും പണം നൽകുന്നുണ്ട്.
ചാനൽ ചർച്ചകൾ തുടങ്ങുന്ന കാലത്ത് 20 മിനിറ്റിന് 2000 രൂപയൊക്കെയാണ് നൽകിയിരുന്നത്. ടൈംസ് നോ അത് 2500 ആക്കി ഉയർത്തിയിരുന്നു. ഇപ്പോൾ പല ദേശീയ ചാനലുകളും പല റേറ്റാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനാൽ ഗസ്റ്റുകൾ കൂടുതൽ പണം നൽകുന്ന ചാനലുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടും. കേരളത്തിൽ നിന്നുള്ള ചില ഗസ്റ്റുകളും ഇങ്ങനെ ദേശീയ ചാനലുകളിൽ ചർച്ചയ്ക്ക് എത്താറുമുണ്ട്. കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ അവരുടെ ഭാഗം വിശദീകരിക്കാനും ന്യായീകരിക്കാനും എത്തുന്നവരാണ്. ചാനൽ സ്റ്റുഡിയോയിലേക്ക് വരാൻ വാഹനം ചാനലുകാർ ഏർപ്പാടാക്കി നൽകും. ചില ഗസ്റ്റുകൾ സ്വയം വാഹനം ഓടിച്ച് ചാനൽ ഓഫീസിലേക്ക് എത്തുന്നവരുമുണ്ട്. അതിനും പ്രതിഫലം നൽകാറില്ല. ഇവിടെ പലപ്പോഴും പല ആളുകൾക്കും സംശയം ഉണ്ടാകാറുള്ളത് ഒരേ ഗസ്റ്റ് തന്നെ ഒരേ സമയത്ത് 2 ചാനലുകളിൽ ചർച്ചയ്ക്കിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. ചില വിഷയങ്ങളിൽ എക്സ്പേർട്ട് ഒപ്പീനിയനോ അതല്ല കൃത്യമായ രാഷ്ട്രീയ നിലപാടോ പറയാൻ ഒരു വ്യക്തി വേണം എന്നിരിക്കട്ടെ. അദ്ദേഹത്തെ മറ്റൊരു ചാനൽ രാത്രി ചർച്ചയ്ക്ക് നേരത്തെ ബുക്ക് ചെയ്തു എന്ന് കരുതുക. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്തു വെക്കും. ലൈവിനിടയിൽ ഇവരോട് ആങ്കർ ലൈവായി തന്നെ ചോദ്യം ചോദിക്കുകയും ഈ സമയത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൈറ്റ് ലൈവിൽ പ്ലേ ചെയ്യുകയുമാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഒരേ സമയം 2 ചാനലുകളിൽ ഒരേ ഗസ്റ്റ് ഇരിക്കുന്നത് കാണുന്നത്. ചില നിരീക്ഷകർ അവസാന നിമിഷം ചർച്ചയിൽ പങ്കെടുക്കാതെ കാലുമാറി പോകുന്നവരുമുണ്ട്. അപ്പോഴാണ് ഈ പാനലിന്റെ ഒരു താളം തെറ്റുന്നത്. ചില ചാനലുകളിലെ ചർച്ചകൾ കാണുമ്പോൾ വൺ സൈഡ് ചർച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വക്താക്കളെ ചർച്ചയ്ക്ക് വിടാത്തതുകൊണ്ടാണ്. എല്ലാ ചർച്ചയ്ക്കും ഈ ചാനലുകൾ അവരുടെ ഏത് പാർട്ടിയാണോ, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ വിളിക്കാറുണ്ട്. ചർച്ചയുടെ വിഷയം പറയാറുണ്ട്. അവരുടെ വക്താക്കളെ ചർച്ചയ്ക്ക് വിടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ചില ടോപ്പിക്കുകൾ അവർക്ക് എതിരാണ് എങ്കിൽ പലപ്പോഴും അവരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് അയക്കാറില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് ചർച്ച വൺ സൈഡായി പോയി എന്ന ഒരു തോന്നൽ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത്. പല ചാനലുകളും റേറ്റിംഗ് കൂട്ടാനായി തർക്കം സൃഷ്ടിക്കാറുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ചില സന്ദർഭങ്ങളിൽ അവതാരകന് ഇത് ബോധപൂർവം ചെയ്യാറുമുണ്ട്. പക്ഷേ ദൂരദർശനിൽ അങ്ങനെയൊരു തമ്മിൽ തല്ലിക്കൽ ഏർപ്പാടില്ല. വളരെ മാന്യമായാണ് ചർച്ച കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ചില വാഗ്വാദങ്ങൾ ഗസ്റ്റുകൾ തമ്മിൽ ഉണ്ടാകാറുണ്ട്. ആങ്കർ ഒരു ഘട്ടത്തിലും ദൂരദർശനിൽ ഗസ്റ്റുകളെ പ്രകോപിപ്പിക്കാറില്ല. അതാണ് ദൂരദർശന്റെ ഒരു നിലപാട്. എൻ്റെ ചർച്ചകളിലും കൃത്യമായി ഒരു മോണിറ്ററുടെ റോളാണ് എടുക്കാറുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരും ദൂരദർശൻ വാർത്തകളും ചർച്ചകളും കാണണം. യാഥാർത്ഥ്യം മാത്രമേ അവിടെ പറയാറുള്ളൂ. ചർച്ചയിലാണ് എങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ഗസ്റ്റുകൾക്ക് അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും പറയാനുള്ള സമയവും അനുവദിക്കും. ഇതാണ് ദൂരദർശനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സെലിബ്രിറ്റി ഇന്റർവ്യൂകളുടെ കാര്യം ഒന്ന് നോക്കാം. സിനിമ, സ്പോർട്സ് താരങ്ങളാണ് പൊതുവെ സെലിബ്രിറ്റി ഇന്റർവ്യൂവിന് വരുന്നത്. മിക്കവാറും ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾ അടുത്തു വരുമ്പോഴാണ് ഇത്തരം സിനിമ ഇന്റർവ്യൂകൾ ചാനലുകളിൽ കൂടുതലായും വരുന്നത്. സെലിബ്രിറ്റികളുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാരെ വിളിച്ചാണ് ചാനൽ പ്രതിനിധികൾ ഇന്റർവ്യൂ ഉറപ്പിക്കുന്നത്. സെലിബ്രിറ്റികൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് 2-3 ക്യാമറകൾ ഉപയോഗിച്ചാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ക്യാമറകൾ എത്തിക്കുന്ന ചെലവ്, ഹോട്ടലിലാണ് ഇന്റർവ്യൂ എങ്കിൽ അതിൻ്റെ വാടക എന്നിവയൊക്കെ ചാനലുകളാണ് വഹിക്കുന്നത്. അവിടെയും സെലിബ്രിറ്റിക്ക് മിക്കപ്പോഴും പണം നൽകാറില്ല. മിക്കവാറും ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂവിന് പ്രത്യക്ഷപ്പെടുന്നത് ആ താരങ്ങൾ അഭിനയിച്ച പുതിയ സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ചായിരിക്കും. ആ സമയത്ത് സിനിമയുടെ PRO ചാനലുകളിലെ വിനോദ വിഭാഗം അഥവാ എന്റർടൈൻമെന്റ് ഡെസ്കിലെ പ്രതിനിധിയെ വിളിച്ച് ഇന്റർവ്യൂവിന് സന്നദ്ധത അറിയിക്കാറുമുണ്ട്. സമയവും സ്ഥലവും ഉറപ്പിച്ച് അങ്ങോട്ടേക്ക് ക്യാമറയുമായി പോകും. ഇവിടെയും പേയ്മെന്റ് കൊടുക്കാറില്ല. ചില സെലിബ്രിറ്റികൾ ചാനൽ സ്റ്റുഡിയോകളിലേക്ക് നേരിട്ട് വരാറുമുണ്ട്. അവരെ അവിടെ എത്തിക്കാൻ ചിലപ്പോൾ വാഹനം തയ്യാറാക്കണമെന്ന് മാത്രം. സ്പോർട്സ് താരങ്ങളാണ് എങ്കിൽ പലപ്പോഴും സ്റ്റേഡിയങ്ങളിലോ അല്ലെങ്കിൽ താരങ്ങളുടെ വീടുകളിലോ ആകും ഷൂട്ടിംഗ് നടക്കുക. ആ സഞ്ചാരത്തിനുള്ള ചെലവല്ലാതെ പണം അവിടെയും നൽകാറില്ല. ചാനൽ ചർച്ചകൾ തുടങ്ങിയ കാലം മുതലുള്ള ആരോപണമാണ് പാർട്ടിയെ ന്യായീകരിക്കുന്നവർ ചർച്ചയ്ക്ക് ശേഷം ചാനലുകളിൽ നിന്ന് പണം വാങ്ങുമെന്ന്. ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നുവെങ്കിലും ഇന്ന് അങ്ങനെയല്ല സ്ഥിതി എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ദൂരദർശൻ മാത്രമാണ് പ്രതിഫലം നൽകുന്നത്. അതുപോലെ ചാനലുകളുമായി കരാറുള്ള വ്യക്തികൾ, ചില വാരാന്ത്യ പരിപാടികൾ അവതരിപ്പിക്കുന്നവർ അവർക്ക് പറഞ്ഞുറപ്പിച്ച പണം നൽകുകയും വേണം. റെജി ലൂക്കോസ് എന്ന ഇടത് സഹയാത്രികന്റെ മറുകണ്ഠം ചാട്ടത്തിന് പിന്നാലെയാണ് ചാനലുകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നു എന്ന ആക്ഷേപം വീണ്ടും ഉയർന്നത്. പാർട്ടി ഓഫീസുകളിൽ പോയി പണം കൈപ്പറ്റുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ചാനലുകളിൽ നിന്ന് ഇവർക്ക് പണം നൽകാറില്ല. ചില ചാനലുകൾ ചില വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് കണ്ടിട്ടും ഇത്തരം ചിന്തകൾ ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്.